ഹലോ, നമ്മളിപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഏതെങ്കിലും ബന്ധു വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അവരേൽ വിളിച്ച് പറയും ഞങ്ങൾ ഇന്ന് വരുവാണ് എന്ന്. അപ്പോൾ അവരും നമ്മളെ നോക്കിയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വയ്ക്കും. അപ്പോൾ അതൊരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ പറയാണ്ട് പെട്ടെന്ന് ഒരിടത്ത് ചെന്ന് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ എവിടെയാണ് പോയത് എന്താണെന്നൊക്കെ പറയാം. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആനുവൽ ഡേ കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറിയത് മാത്രമേ അറിയാവൂ. അത്രയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്ന അവസ്ഥ. അപ്പോൾ ആനുവൽ ഡേയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇടുന്നതായിരിക്കും. ഞങ്ങൾ പോണത് വലിയമ്മയുടെ വീട്ടിലാണ് പോണത്. അപ്പോൾ പോണ വഴി കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ചക്കയൊക്കെ മേടിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ഹൈവേയിലെ പണിയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ മാറ്റങ്ങളാണ് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് പറയാത്തത് കൊണ്ട് എന്നെ വന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആദ്യം അമ്പരന്ന് പോയി ഞങ്ങൾ എത്തിയത് കണ്ടിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ അമ്മ ചെന്ന പാടെ ആ ചക്ക എടുത്ത് അങ്ങോട്ട് വൃത്തിയാക്കി. പിന്നെ താത്ത കുറച്ച് മീനൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ പുളിയും മുളകിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് നേരെ പുളിങ്കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണി തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉച്ചത്തേക്ക് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടേഷൻ പ്രത്യേകിച്ച് കുറച്ച് അരിയും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആളെണ്ണം കൂടുതലാണല്ലോ. അപ്പം അരപ്പും കാര്യങ്ങളൊക്കെ പുരട്ടി മീനും പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സൈഡിൽ പുളിങ്കറിക്കുള്ള പണികളും തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കറിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഉമ്മായും താത്തായും വലിയമ്മയും ഒക്കെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്ക വന്നതിന് ശേഷം ഞാനും ഇക്കയും കൂടെ ഒരുമിച്ചിരുന്നാണ് ചോറൊക്കെ കഴിച്ചത്. കുറേ നാൾ കൂടിയിട്ടാണ് ഇത്രയൊക്കെ കറികൾ കൂട്ടി ചോറ് കഴിക്കണമെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ ചക്ക ഇളക്കിയത് ഒരുമിച്ച് ഇത്രയും ചക്ക ഇളക്കിയത്, മീൻ കറി, പുളിങ്കറി, മീൻ കറിയുണ്ട്, പുളിങ്കറിയുണ്ട്, കീരത്തോരൻ, ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഒന്ന് ചോറ് കഴിച്ചിട്ട് നേരെ റിതാങ്കുട്ടനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയി. അവൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ പിന്നെ മുകളിൽ ബാൽക്കണിയിൽ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. റിതാൻ ഉറങ്ങാതായപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നു. നല്ല തലവേദനയായിരുന്നു. എനിക്ക് മെലിഞ്ഞാന്നത്തെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ താത്ത ഒരു സ്ട്രോങ് ചായയൊക്കെ ഇട്ട് തന്ന് ഒരു ജിലേബിയൊക്കെ കഴിച്ച് ചായ അങ്ങോട്ട് കുടിച്ച്. ചായ കുടിച്ചിട്ട് തലവേദന മാറാതെ വന്നപ്പോഴത്തേക്കും ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിച്ച്. എനിക്ക് വയ്യായിരുന്നു. ജലദോഷമുണ്ട്, നല്ല തലവേദനയുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മട്ടൻ കറി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പം മട്ടൻ കറി ഞാൻ തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ മട്ടൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ സ്ട്രോബെറി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് അടിച്ച് പിന്നെ അത് കുറച്ച് ജാമൊക്കെ ഉണ്ടാക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടാറ്റ.